അയ്യോ, അപ്പം നമ്മുടെ ഇന്ന് ഡേ 3 ഓഫ് A2 ആയിരുന്നു. A2 ഡേ 3 ആയിരുന്നു. ഇന്ന് ഒരു വാക്കാണ് ഞങ്ങൾ പഠിച്ചത്. ഒറ്റൊരു വാക്ക്. എന്താണെന്നറിയോ? ഒബ്വാൾ. രസമില്ലല്ലോ അല്ലേ? ഓൾദോ ഈവൻ ദോ എന്നൊക്കെ മീനിങ് വരുന്നൊരു വാക്കാണ് ഒബ്വാൾ. അത് ഞങ്ങളിപ്പോൾ 1 മണിക്കൂർ ഇരുന്നിട്ട് അത് വെച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അതെന്ന് പറഞ്ഞാണ്ടല്ലോ മൊത്തം ഒരു ഓർഡർ ഇല്ലാത്ത പോലെ. ഇപ്പം ഞാനൊരു സെൻറ്റൻസ് പറയാം. ഈവൻ ദോ ഐ ആം ലേറ്റ് ഐ ഗോ ടു സ്കൂൾ. അങ്ങനെയാണ്. അപ്പം നമ്മൾ പറയുമ്പോൾ എന്ത് പറയണം? ഒബോൾ ഇഷ് പേറ്റ് ബിൻ. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഒരു കോമെൻ്റ് ഇട്ട് ഗെഹെ ഇഷൂർ ഷൂളെ. അങ്ങനെ പറയണം. അതങ്ങനെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇതുവരെ പഠിച്ച സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് പിന്നെ ഈ ഹെൽപ്പിംഗ് വെർബ് മോഡൽ വെർബ് അങ്ങനെ കുറച്ച് സാധനം പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറി. ഇതെല്ലാം എനിക്ക് ബുദ്ധിമുട്ട്. ഇത് നോർമൽ സെൻറ്റൻസാണ്. എന്താ ലേറ്റ് ആയതുകൊണ്ട് സ്കൂളിൽ പോയി പാസ്റ്റിലല്ലല്ലോ, പ്രസൻറ്റിലല്ലേ. ഇത് പാസ്റ്റിൽ വരുമ്പോഴാണ് ബുദ്ധിമുട്ടാവുന്നത്. പാസ്റ്റിൽ വന്നിട്ട് അതെനിക്ക് കുറേ ഞങ്ങൾ ചെയ്തു ഇരുന്നിട്ട് പാവം മാം ഞങ്ങൾക്ക് വേണ്ടി കുറേ ഇങ്ങനെ ചെയ്യിപ്പിച്ച് തന്നു. പക്ഷെ കാര്യമില്ലെന്നല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം എന്താ ഓൾദോ വി ഹാഡ് നോ മണി വി ആർ ഹാപ്പി. അപ്പം എന്താ വി ഹാഡ് അല്ലേ, മുമ്പ് ഉണ്ടായിരുന്നതല്ലേ, ഹാഡല്ലേ. അപ്പം അതെന്താണ്? ഒബ്വോൾ വിർ കൈൻഗൽ ഹാറ്റ് വാറൻ വിയർ ഗ്ലൂക്കിഷ്. അപ്പം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പാസ്റ്റിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ ഈവൻ ദോ മൈ ഫാമിലി ഹാഡ് നോ മണി ദേ ബോട്ട് എ കാർ. ഒബ്വോൾ മൈനെ ഫാമിലിയെ കൈൻഗൽ ഹാറ്റൻ ഹാബൻ സി ഐനോട്ടോ ഗെക്കൗഫ്റ്റ്. ഈ കൗഫ് എന്നാണ് പൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രാമർ പാസ്റ്റ് വന്നപ്പോൾ അതെന്തായി? ഗെക്കൗഫ്റ്റായി. അപ്പോൾ എന്താ? അപ്പോൾ ഗെക്കൗഫ്റ്റ് വരുമ്പോൾ നമ്മളൊരു ഹെൽപ്പിംഗ് വെർബ് ആദ്യം ചേർക്കണം. അപ്പോൾ നമ്മൾ ഹാബൻ നേരത്തെ മുമ്പിൽ ചേർത്തു. അപ്പോൾ ഹാബൻ സി ഐനോട്ടോ ഗെക്കൗഫ്റ്റായി. നിങ്ങൾക്ക് മനസ്സിലാണല്ലോ, എനിക്കതാണ് പ്രശ്നം. ഈ ഗ്രാമർ പാസ്റ്റ് വരുമ്പോൾ സീനാവണം. ഇന്നിപ്പോൾ കുത്തിയിരുന്ന് ഞാൻ പഠിച്ച് തലയിൽ കേട്ടിട്ടെ ഈ ഒരു സെൻറ്റൻസിൻ്റെ ഫോർമേഷൻ തലയിൽ കയറ്റല്ല, മീൻസ് കുറേ സെൻറ്റൻസ് ചെയ്തിട്ട് അത് ഇങ്ങനെ മനസ്സിലാവും. ഇങ്ങനെയാണ് ഒബ്വോൾ വരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലാവും. അങ്ങനെ ചെയ്യണം, അല്ലാണ്ട് കാണാപ്പാടൊന്നും പഠിക്കാനൊന്നും പറ്റില്ല. ആ സെൻറ്റൻസിന് ഇങ്ങനെയാണ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വരുന്നത് എന്നുള്ളത് ഒരു ഐഡിയയിൽ തലയിൽ കയറ്റി വയ്ക്കേണ്ടി വരും. അപ്പം ഇന്ന് അതാണ് ഉണ്ടായത്. ശരി അപ്പോൾ